പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്ത്യടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ വഴികള്, നിന്റെ ചിന്തകള്, നിന്റെ ആലോചനകള് കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. പലരും ആലോചിച്ചുറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോണവരുണ്ട്. ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി. കാരണം ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും ഈശോയെ. അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിതോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും. അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ. അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങളെ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ, അത് അങ്ങ് ആഗ്രഹിക്കണ അല്ല എന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവ് നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ തൊഴിൽ സംരംഭങ്ങൾ ആശീർവദിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ടുമുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ, നിൻ്റെ 100% നിൻ്റെ കഴിവിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായി പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിന്റെ കൃപ കൊണ്ട് സംഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കുവാമേ. നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത്
എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നത് എന്താണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. മത്തായി 6:26. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അപ്പൊ നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്, ഞാൻ ആൾക്കാർ വഴിമുട്ടി അളമുട്ടി ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ നിങ്ങൾ അസ്ഥിഭദ്രകളിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങൾ അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഈ അടുത്തത് യോഹന്നാൻ 4:38. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. ചില സമയത്ത് അങ്ങനെ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ച കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യം നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും, അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ, എന്താ പറയണത്? അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ ടോക്ക്. ഹ്യൂമിലിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. അതുകൊണ്ടാണ് അമ്മ പറയണത്, അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ. ആ ആനന്ദത്തിൻ്റെ കാരണം എന്താ? അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ പാർത്തതാണ്. ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം. അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത്. ലുക്ക 1:46-47. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് അവന്റെ കാരണം. എന്താ? ലുക്ക 1:48 എന്താ പറയണേ? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എന്റെ ദൈവത്തിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ്. അത് എന്ത് കിട്ടിയാലും അവർ തന്നു. അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത്, ഇവർ തന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോഴേ അത് അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, ബാക്കി തന്നതാണ്. ഇങ്ങനെയൊന്നും ആരെയും താത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തെ കാണും. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് താഴ്മയോടെ അംഗീകരിക്കണം. ബൈബിൾ അംഗീകരിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി. അപ്പോൾ ഞാൻ സെമിനാരിൽ പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സെമിനാരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. പക്ഷേ അപ്പൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. പിന്നീട് അത് മനസ്സിലാക്കി. ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത്. അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ്. ചെല്ലാൻ അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല.
അപ്പനില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന്, ആലപ്പുഴ 10-32 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ആലപ്പുഴ സെമിനാരി. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം. എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖ മാത്രമാണ്. എനിക്ക് അന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈടുവിട്ട് പ്രാർത്ഥനകളാണ്. നമ്മൾ ഈ നമസ്കാരം ഇല്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടി നിൽക്കും. എന്താ കാര്യം എന്നറിയാവോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്ത് ജനിച്ചെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരായിരുന്നു. ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം. അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും. അത് 6 വയസ്സിലാ 7 വയസ്സിലാ പഠിച്ച സംഭവമാണത്. പക്ഷേ അതൊരു 10ാം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെമിനാരി വന്നതിന് ശേഷമാണ് ഞാൻ ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ജപമാല വലിയ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഈ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എക്സ്റ്റൻഷനാണ്. കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ജപമാല. ആദ്യം ജപമാലയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ജപമാല ഒരു 12ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ്. പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ്, ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ മറിയം ഗർഭം ധരിച്ചതും കന്യാമറിയത്ത് നാം പിറന്നു എന്ന കാര്യം നമ്മൾ മംഗളവാർത്ത ദിവസം അവർ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസ പ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമറിയത്ത് വിശ്വാസ പ്രമാണം കന്യാമറി ജനിച്ചതെന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തിൽ റെഡ് മാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? കന്യാമറിയത്ത് ജനിച്ചു എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന്. അപ്പം ഞാൻ തലയല്ല കുനിക്കണത്, ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കും. അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കന്യാമറിയത്ത് ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം, ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന ശിലയെന്ന് പറയണത് ഈ കന്യാമറിയത്ത് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിലാണ്. അത് ദൈവത്തോട് 1000 ഹൃദയത്തോടെ നമ്മുടെ ശിരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല. അത്രയും വലിയ രഹസ്യമാണത്. ഉടമ്പടി പുതുതായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഈ പുതിയ ജീവിതം ഇതിൽ പുരോഗമിക്കുന്നവർക്കുമാണ് ഈ ഉടമ്പടി ധ്യാനം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉടമ്പടി വർക്കൗട്ടാകാൻ വേണ്ടി അതിൻ്റെ ചില നോ-ഹൗ, അതായത് ചില അറിവ് സൂത്രങ്ങൾ ആണ് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ സംക്ഷിപ്തം, അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഡൈനാമിസം അല്ലെങ്കിൽ മെക്കാനിസം, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഇഫക്റ്റിലേക്ക് ഉടമ്പടി വരുന്നത്, ഉടമ്പടി എന്താണ് ബേസിക്കായിട്ട്, അങ്ങനെയുള്ള ഉടമ്പടി ജ്ഞാനങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ മറ്റ് ശാസ്ത്രീയ പുസ്തകങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കുന്ന പോലെയാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത്. ഇവിടെ ഇമോഷന് വലിയ പ്രാധാന്യമില്ല. നമുക്ക് പക്ഷേ ഉള്ളൊരു അവസ്ഥ, നമ്മൾ വൈകാരികമായ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 50 കൊല്ലം കരിസ്മാറ്റിസം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ കരിസ്മാറ്റിസത്തിലും തന്നെയല്ല കാത്തലിക് പ്രേയേഴ്സിലൊക്കെ വൈകാരിക അംശമുണ്ട്. കരിസ്മാറ്റിസത്തിൽ കുറച്ചുകൂടി വൈകാരികതയ്ക്ക് മുൻകൈയുണ്ട്.
അങ്ങനെ ഒരു ഫോർമാറ്റിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ പെട്ടെന്ന് ഡിഫോർമാറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സാവകാശം വേണം. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ബുദ്ധിപരമായ ഒരു നിക്ഷേപമാണ്. അവിടെ വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ ഈ വൈകാരിക പ്രാധാന്യം ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷൻസിന് പ്രാധാന്യമില്ല. പക്ഷേ ലവ് അതിൻ്റെ ജെന്യുവിൻ തലങ്ങളിൽ ആണ് ഇവിടെ പ്രയോഗിക്കുന്നത്. സ്നേഹമാണ് ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിലെ സ്പിരിറ്റ് ലവാണ്, ലവ് ഓഫ് ഗോഡ് ആണ് അതിൻ്റെ സ്പിരിറ്റ്. പക്ഷേ അതിൻ്റെ ജെന്യുവിൻ ഫോമാണ്. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ അതിൻ്റെ ക്രീമി ആയിട്ടുള്ള അവസ്ഥകൾക്ക് വലിയ വിറ്റാമിൻസ് ഒന്നുമില്ല, ഷുഗർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉടമ്പടിക്കില്ല. ഉടമ്പടി എപ്പോഴും അതിൻ്റെ മിനറൽസിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നമ്മളുടെ വൈകാരികമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ട് ഉണ്ടാകത്തില്ല. അത് നമുക്ക് വികാരം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ടില്ല. ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഗലാത്യർ 5:6 ഗലാത്യർ 5:6. അതായത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ ഏറ്റു പറഞ്ഞേ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ വിശ്വാസമാണ് സുപ്രധാനമെന്നല്ല പറയണത്. ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. അതാണൊരു വ്യത്യാസം. വിശ്വാസമാണ് സുപ്രധാനമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. പിന്നെന്താണ് സുപ്രധാനം? അത് ഗലാത്യർ 5:6. അതായത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഇപ്പം വിശ്വാസമാണ്, പക്ഷേ അത് പ്രവർത്തന നിരതമായിരിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്. ആരോട്? ദൈവത്തോട്, മനുഷ്യനോട്. ദൈവത്തോടും മനുഷ്യനോടുള്ള ഈ ലവ് ലെവലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കും. അതുകൊണ്ട് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉടമ്പടി സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഈ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് സ്നേഹത്താലാണ് പ്രവർത്തനം നിരതമാണെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമത്. ഇതെല്ലാം ടാൻജിബിളാണ്, കോൺക്രീറ്റായിട്ട് ടാൻജിബിളാണ്. നിങ്ങളുടെ വിശ്വാസം സ്നേഹത്താലാണ് പ്രവർത്തന നിരതമെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും. കാര്യം അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും, വേഗത കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലെല്ലാം പ്രത്യേകിച്ച് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈശോ വേഗതയെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ ബേസിക്കായിട്ട് ക്രിസ്ത്യൻസ് ഫെയ്ത്ത് എന്താണ്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ആക്ഷൻസും നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കൊരു കേവല പ്രവർത്തനമില്ല. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് കണ്ണട കൊടുക്കുന്നുണ്ട്, ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇല്ല, ഓരോരോ മതക്കാരും ഓരോരോ പ്രസ്ഥാനക്കാരും ഓരോരോ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെയാണ് ആ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ വർക്ക് ആ വർക്ക് ഫോർ ദ സേക്ക് ഓഫ് വർക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നമുക്ക് വർക്ക് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ രോഗികളെ പോയി കാണുന്നു. ഉടമ്പടിയിൽ അങ്ങനെ കുറേ വർക്കില്ലേ? ഉടമ്പടി മുഴുവനും വർക്കാണല്ലോ. നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാനിത് ചെയ്യുന്നത് ഉടമ്പടിയുടെ പ്രീകൺസ്റ്റിറ്റ്യൂഡ് സാറ്റിസ്ഫാക്ഷൻ ആണോ, അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണോ, അതോ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ? ഇത് തിരിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ, അതോ ഉടമ്പടി ആലപ്പുഴപ്പ് എടുത്തത് കാരണം അതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണോ എന്ന് ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് കറക്റ്റ് ഉത്തരം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരെ കണ്ടാൽ അറിയാൻ പറ്റും. നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല.
ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് രോഗികളെ പോയി കാണുന്നത്, പരസ്യമൊക്കെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണതെന്ന് പറയാം നമുക്ക്. പക്ഷേ അത് മിക്കവാറും അക്കൗണ്ടബിൾ ആകത്തില്ല. അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡുണ്ട്. പറഞ്ഞ മനസ്സിലായി, പുനരുത്ഥാനവും സ്പീഡും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പുനരുത്ഥാനത്തിനാണ് നീ സാക്ഷ്യം വഹിക്കണമെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സ്പീഡുണ്ട്. കാരണം പുനരുത്ഥാനം എല്ലാം സ്പീഡാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സാക്ഷ്യമാണ്, പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യം അപ്പോസ്തലന്മാർ സ്പീഡിലാണ് ചെയ്യണത്. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നും പറഞ്ഞ് മഴയും മാറി വെയിലും വരട്ടെ, വെയിൽ മാറി മഞ്ഞ് വരട്ടെ, മഞ്ഞ് പോകുമ്പോൾ ശരീരം നാടൊന്ന് ചൂടാകട്ടെ, ഇങ്ങനെ ഓരോരോ വകുപ്പ് പറഞ്ഞിട്ട് അറച്ചറച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ. യു ആർ നോട്ട് ആക്ച്വലി വിറ്റ്നസിങ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. അത് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അറച്ചറച്ചാണ് ഓരോ ചെയ്യണത്. ഇന്ന് വെയിലല്ലേ, ഇപ്പോൾ ചിലക്കര കുളിക്കാൻ പോയി നിൽക്കത്തില്ലേ, അപ്പോൾ വെള്ളത്തെ തൊട്ട് നോക്കി അതിന് കൈ ഉടഞ്ഞ് ചൂടാണോ തണുപ്പാണോ നോക്കിയിട്ട് അങ്ങനെ നോക്കി അറച്ചറച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് വിറ്റ്നസിങ് ജീസസ്. അതായത് ഈ മത്തായി ശ്ലീഹ 28:7 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 28:7 അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. അപ്പോൾ എന്താ ഒന്ന് വായിച്ചേ, മത്തായി ശ്ലീഹ 28:7 ഒന്ന് വായിച്ചേ. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. എന്നിട്ട് പറഞ്ഞ അവൻ വന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യേശു സ്പീഡിലാണ് പോണത്. കാര്യം നിങ്ങൾക്ക് മുമ്പേ പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ പോകും. പക്ഷേ അതിനോട് കോമ്പറ്റീറ്റീവായിട്ടൊരു സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് പറയണത്. പുനരുത്ഥാനത്തിൻ്റെ സ്പീഡ് അതാണ്. എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികളെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉടമ്പടി വർക്ക് ചെയ്യണത്, അത് എപ്പോഴും വർക്ക് ചെയ്യണത് പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലാതെ ചൊല്ലലിലൂടെയല്ല. നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു 2000 കൊല്ലങ്ങളായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചൊല്ലുന്നതിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം അതാണ്. അതായത് ഇതിനൊരു മിനിമം സ്പീഡുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആക്ഷനുണ്ട്. മിനിമം സ്പീഡ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ ഇതെല്ലാം പുനരുദ്ധാനത്തിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. മിനിമം സ്പീഡ് യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, കാര്യം നമുക്ക് മുമ്പെയാണ് പോണത്. പക്ഷേ അതിൻ്റെ ഒപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം ചെല്ലാൻ പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കാവുന്ന കണ്ടു. ഇപ്പോൾ ചില ചേച്ചിമാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഒരു മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് വരുമാനമില്ല. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി. എന്താ വരുമാനം കിട്ടിയ വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ അത് ക്ലീൻ ചെയ്യാനുള്ള, ഒരു മുറി ക്ലീൻ ചെയ്യാനുള്ള വരുമാനം കിട്ടി. പക്ഷേ എന്നാ ചെയ്തിരിക്കണവർ, അവരിപ്പോൾ 11 ഫ്ലാറ്റ് അവർക്ക് ചെയ്യണത്. 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് 11 ഫ്ലാറ്റ് രാവിലെ മുതൽ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെ 11 ഫ്ലാറ്റ് ക്ലീൻ ചെയ്യും. 11 ഫ്ലാറ്റ് മുറികൾ ക്ലീൻ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ഇത്ര രൂപയെന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അവരുടെ കടങ്ങളെല്ലാം പരിഹരിച്ചു. ദാറ്റ് മീൻസ് അവർക്കുള്ള ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവർ സ്പീഡപ്പ് ചെയ്തിട്ട് 11 ഫ്ലാറ്റിലെ 12 മണിക്കൂർ കൊണ്ട് ഓടി മാറ്റുകയും അല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ സ്പീഡാണ് നമ്മൾ ഭൗതിക ജീവിതത്തിൽ കാണിക്കണ ഇതേ സ്പീഡ് തന്നെ പുനരുദ്ധാനത്തിലേക്ക് വരണം. ക്രിസ്തുവിന് തോന്നണം നമ്മൾ ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. വെദർ നിങ്ങൾ ക്രിസ്ത്യനാണോ, CSI ആണോ, മർത്തോമയാണോ, നോൺ ക്രിസ്ത്യനാണോ, ഇതൊന്നും ക്രിസ്തുവിന് പ്രശ്നമല്ല. ക്രിസ്തുവിന് അറിയേണ്ടത് നിങ്ങൾ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് വിഷയം. പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ജീവിതം കൊണ്ട്? അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ആ സ്പീഡ് ഉണ്ടാവും. അല്ലെങ്കിൽ 5 പത്രം ഇന്ന് കൊടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കൃപാസനം പത്രം ഇത്രയേറെ കത്തി ലോകം മുഴുവൻ പടർന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊക്കെ പോയിരിക്കണ 80,000 പത്രമാണ്. നിങ്ങളൊന്ന് ചോദിക്കുക, എവിടെയല്ലേ കേരളത്തിൽ എവിടെ പോയി നോക്കിയാൽ ഒരാൾ പത്രം കൊണ്ട് നിൽക്കണ കാണാം.
എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ ഞാൻ പട്ടം മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നില്ലേ, കർത്താവിനെ അടുത്തിരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറയണത്. എനിക്കൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണമെന്ന്, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ മിഷൻ ഉടുപ്പ് സ്വന്തമായി എടുത്തിട്ടതാണത്. അല്ലെങ്കിൽ ആരും എനിക്ക് തന്നതല്ല. ഞാനൊരു പാരിഷ് പ്രീസ്റ്റാണ്. ഞാൻ വെള്ള ഉടുപ്പൊക്കെ തന്നെ ആദ്യകാലങ്ങൾ ഉപയോഗിച്ചത്. എനിക്ക് മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റായിട്ട് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം. അതായത് നമ്മൾ ഒരു പട്ടം മേടിച്ചാൽ സ്വാഭാവികമായിട്ട് ഇടവക വികാരിക്ക് ആവശ്യത്തിനേറെ ജോലിയുണ്ട്. അതിനിടക്കാണ് ഞാൻ എക്സ്ട്രാ ജോലി മേടിച്ചത്. എക്സ്ട്രാ ഈ ആൾക്കാരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പ്രതിവിധി കാണാനും, പ്രതിവിധി കണ്ടില്ലേ കാണുന്നവരെ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാനും. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് കർത്താവ് എക്സ്ട്രാ ഗ്രേസ് തന്നത്. എൻ്റെ മക്കളെ ഓർക്കുക, നമുക്ക് ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ് എന്നതിൻ്റെ അർത്ഥം, അല്ല വേറെ ഒരു അർത്ഥവുമില്ല. നിനക്ക് കടമാകാം, രോഗമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടറവാകാം. ദാറ്റ് മീൻസ് അത് നിന്നോട് പറയണത് യു നീഡ് എക്സ്ട്രാ പവർ, എക്സ്ട്രാ ഗ്രേസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴി അന്വേഷിച്ചാൽ മതി, വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു പുതിയ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ രീതിയാണെങ്കിൽ നമുക്ക് ഈ മലയാളിക്ക് എന്നാ പറ്റുമെന്നറിയാമോ? മലയാളിക്ക് പറ്റുന്ന മലയാളികളുടെ ജനിതകമായ കുറേ പ്രശ്നങ്ങളുണ്ട്. മലയാളിയുടെ ജനിതകമായ കുറേ തകരാറുണ്ട്. കാര്യം മലയാളി ആധ്യാത്മമായിട്ട് വളരാൻ ഭയങ്കര പാടാണ്. അഥവാ ഇന്നിപ്പോൾ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി കുറവാണ്. ഞാൻ ഇവരാരും അത്ര അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് അത്രയ്ക്ക് എനിക്ക് ധാരണ ഇല്ലാത്ത ഒരാളാണ്. കാര്യം അതായത് 2000 വർഷം ഇവിടെ സഭ ജീവിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ക്വാളിറ്റി ഉണ്ടായാൽ പോരാ, അതാണ് വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസഹായം പിള്ളയുടെ ആ ക്വാളിറ്റി 10-50 കൊല്ലം സഭയിൽ സന്യാസ ജീവിതം നടത്തിയ അവർക്കില്ല. അതെന്താണ്? അത് ചോദ്യം മറുപടി പറയേണ്ടതാണ്. ദേവസഹായം പിള്ള 1 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ആ കൃപ എന്ന് പറയണതും ആ രക്തസാക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യത്തോട് അദ്ദേഹം മീനിങ് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നേടിയെടുത്ത കൃപ 50 കൊല്ലം സന്യാസ ജീവിതം സമർപ്പണ ജീവിതം ജീവിച്ച മറ്റു വിശുദ്ധന്മാർക്ക് ഉണ്ടോ എന്നുള്ളത് സഭ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണില്ല. പക്ഷേ അഭിപ്രായം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് പറയേണ്ടി വരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാഹചര്യത്തോടെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്. ഇപ്പം നിങ്ങളുടെ മക്കളുടെ IELTS അല്ലെങ്കിൽ നിങ്ങളുടെ IELTS വസ്തു വിൽക്കാത്ത കാര്യവും ജപ്തി പുരയിടത്തിൻ്റെ കാര്യവും ഒക്കെയാണ് എന്നോട് പറയണത്. പക്ഷേ അതിനെല്ലാം സമാധാനം ഈ ആൾക്കാരെ ഉണ്ടാവും. കാര്യം നമ്മുടെ ആൾക്കാരുടെ ചരിത്രം അതാണ്. 10,000-കണക്കിന് മനുഷ്യരെ കണ്ണുനീരിട്ടിട്ട് എല്ലാവരും തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു ആൾക്കാരെയാണത്. അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത് നിങ്ങൾക്ക് ദൈവം ഒരു കൃപ ആർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഭൗതികമായ ആനുകൂല്യം നേടിയെടുക്കുന്ന മിനിമം പ്രോഗ്രാമാണ് നിൻ്റെ മക്കൾ ധരിച്ചു പോയാൽ നിങ്ങൾ തോറ്റെന്ന് ഞാൻ പറയും. എന്താ പ്രശ്നം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിനോട് സുവിശേഷ വിഹിതമായി പോസിറ്റീവ് റെസ്പോണ്ടിങ് നടത്തിയിട്ട് അതിലൂടെ ആർജിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് ദൈവം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ് അല്ല, ദൈവത്തിൻ്റെ കൃപയാകുന്ന ശക്തി തന്നെയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിന്റെ കൃപ വന്നു നിറയാനുള്ള സാഹചര്യമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മോഡാണ്. പുനരുദ്ധാനത്തിനാണ് നിങ്ങൾ സാക്ഷ്യം നൽകുന്നതെങ്കിൽ ഉടമ്പടിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും അത് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ ഇറ്റ് മസ്റ്റ് കീപ്പ് എ മിനിമം സ്പീഡ്. അതിനൊരു സ്പീഡ് കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആയാലും അമ്മയായാലും നമുക്കറിയാം ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയായാലും കാര്യം ഇതിനൊരു അതറിയണമെങ്കിലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷം ഇല്ലേ 1:39 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ മതി, ആ സെന്റൻസ് ഓക്കെയാണ്. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെന്റൻസ് ഓക്കെയാണ്. പക്ഷേ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം
അതെഴുതിയ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെൻറ്റൻസ് ഓക്കെ ആണെങ്കിൽ തിടുക്കത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കണം. കൈയടിച്ച് കർത്താവിനെ സ്തുതികളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് കണ്ടില്ലേ? ഇതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇതിന് ഇപ്പം മരിയ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ പ്രയോഗിക്കണമെങ്കിലും അതിനും തിടുക്കമുണ്ട്, മിനിമം സ്പീഡുണ്ട്, മരിയ സ്പീഡുണ്ട്. ആ സെൻറ്റൻസ് പൂർത്തിയാകണത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്നാണ്. ഇത് തന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ വക. ഇപ്പം നമ്മൾ ലൂക്ക 1:39 സെൻറ്റ് മാത്യു 28:7 അടുപ്പിച്ച് വെച്ച് വായിച്ചാൽ മനസ്സിലാകും. പുനരുദ്ധാനത്തിൽ ക്രിസ്തുവിന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യണം, ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്പീഡാണ്. മനസ്സിലായില്ലേ? സ്പീഡാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് ഇപ്പം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സ്ലോയാണ്. ഇപ്പം 15 പത്രം മേടിച്ചാൽ 30 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ആൾക്കാരില്ലേ? അത് 15 പത്രം മേടിച്ചാൽ ഒരു ദിവസം ഒരെണ്ണം കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ മുടക്കില്ലല്ല, ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ഒരെണ്ണം കൊടുത്താൽ മതിയില്ല. അത് കൊടുത്തൊരെണ്ണം അവസാനിപ്പിച്ചു, പിന്നെ 5 എണ്ണം കൊണ്ട് പള്ളിയിൽ പോകും. എന്നിട്ട് എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എല്ലാവരും നോക്കി ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ ഇങ്ങോട്ട് വഴക്ക് കേൾക്കാതെ നിങ്ങളൊരു കാര്യം എപ്പോഴും ക്രിസ്തു എപ്പോഴും പറയുന്നൊരു വിഷയം എപ്പോഴും ക്രിസ്തു കമ്പാരിറ്റീവായിട്ടാണ് പറയണത്. എപ്പോഴും ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസനുണ്ട്. നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് മുമ്പേ. പക്ഷേ ആരെക്കുറിച്ചാണ് പറയണത്? വേശ്യകളും ചുങ്കക്കാരും എന്ന്. ഇതല്ലേ? ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഈ വെടിമരുന്നാണ് വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മോശം ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും, ഇത് ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും. അതായത് ഇവിടെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, താരതമ്യം വെച്ചിട്ടുണ്ട്. ഈ താരതമ്യം എന്തുകൊണ്ട് വെച്ചിരിക്കണത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കാണ്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ നിർത്തപ്പെടുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് മുമ്പേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 21:31 യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ ഈ താരതമ്യം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ അയൽവാസികളുടെ വർക്കുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കും. അത് ഉറപ്പല്ലേ? ദൈവത്തെ അറിയാത്ത നിങ്ങളെ എഴുതിത്തള്ളിയ ആൾക്കാരുമായിട്ട് നാളെ നിങ്ങൾ കമ്പയർ ചെയ്യും ദൈവം. അത് നമുക്ക് വരാൻ പോകുന്ന അപകടമാണ്. നമ്മൾ ഈ അപകടത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം ഇപ്പം തന്നെ. കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ദൈവം കമ്പയർ ചെയ്യും, നമ്മളോട് കമ്പയർ ചെയ്യാൻ അനുവാദമില്ല. ഫിലിപ്പിയർ 4:2-3 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കമ്പയർ ചെയ്യണത് ലോകാരൂപി വെച്ചായിരിക്കും. ദൈവം കമ്പയർ ചെയ്യണത് ദൈവാരൂപി വെച്ചാണ്. അതാണ് കമ്പാരിസൻ്റെ വ്യത്യാസം. അതാണ് ഫിലിപ്പിയർ 2:3 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അടുത്തത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. പരസ്പരം കമ്പയർ ചെയ്യുന്നവർ വിഡ്ഢികളാണെന്നുണ്ട്. 2 കൊരിന്തോസ് 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ, പറഞ്ഞ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പരസ്പരം അളക്കുന്ന രീതിയുണ്ട്. പക്ഷെ അതിൻ്റെ മാനദണ്ഡം വേൾഡ് സ്പിരിറ്റാണ്. ദൈവം നമ്മൾ അളക്കും, അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപിയാണ്. വ്യത്യാസം അതാണ്. ദൈവം നമ്മൾ അളക്കും. നമ്മൾ അളക്കുന്നത് ആരുമായിട്ടാണ്? നമ്മളെക്കാൾ നമ്മൾ ഡീപ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ അളക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും. നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ്.
കാര്യം ഇന്നലെ നിൻ്റെ പോയിൻറ്റ്സ് പോരെ ഇന്ന് നിനക്ക്. ടൈമാണൊരു പ്രോബ്ലം. ഇന്നലെ നിനക്ക് 10 പോയിൻ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് 11 പോയിൻ്റ് ഗ്രേസ് വേണം. അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ചയുണ്ടാകുന്നു. വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ കൗണ്ടിങ്. അതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഓരോ ദിവസവും നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ കൃപയാർജിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.